സൂംബ ചർച്ച എൻ്റെ അടുത്ത് ഒരുപാട് പേരും ചോദിച്ചതാണ് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ്. എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ഒക്കെ സുപ്രീം കോടതി ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കുട്ടികൾക്ക് അത് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഫുട്ബോൾ നിരോധിക്കുമോ, നിങ്ങൾ ക്രിക്കറ്റ് നിരോധിക്കുമോ, അതൊക്കെ നടത്തണ്ടേ? അതിനൊക്കെ യൂണിഫോം ഉണ്ടോ എന്ന് വെച്ചാൽ ടെന്നീസ് കളിക്കുന്നതിനിടയ്ക്ക് സാനിയ മിർസയ്ക്കെതിരെ പോലെ ഒരു യുദ്ധം പിടിച്ച ആളുകളാണ്. അരപ്പാവടെ ഇട്ടുകൊണ്ട് കിടക്കണം. ഡ്രസ് കോഡ് സ്ത്രീകളുടെ വസ്ത്രത്തിലേക്ക് നിങ്ങൾ നോക്കുന്നിടത്ത് നിങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ വിഷയം സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ഇവിടെയുള്ള ഒരു നല്ലൊരു സംഘികൂട്ടനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് വന്ന രാഹുൽ ഈശ്വർ. ഇവനുണ്ടല്ലോ, ഇവൻ ഇതിനകത്ത് കിടന്നിങ്ങനെ തിളച്ച് തള്ളുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ്. ഒന്നാമത്തെ കാര്യം, ചാറ്റ് GPT ആ ഇഷ്യൂവിൽ തന്നെ ചാറ്റ് GPT എന്ന് പറയുന്ന ആ ഒരു ആപ്പിന് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് പൈസ വാങ്ങി പ്രൊമോഷൻ ചെയ്തതാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എൻ്റെ സംശയമാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം അത് അത്രയ്ക്ക് ചർച്ചയ്ക്കാവുകയും ഒരുപാട് പേര് ആ ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയും ചെയ്തു, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അത് ബെനിഫിറ്റ് ഉള്ളതാണെന്ന് വെച്ചാൽ ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും തർക്കം പറയുന്നില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു പ്രൊമോഷനായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ പൊതുസമൂഹത്തിലേക്ക് ഇമ്പാക്ട് എങ്ങനെയാണ് പോകുന്നത്? ഈ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം കമ്മ്യൂണിറ്റിക്ക് ആരുടെയും സപ്പോർട്ടിന്റെ ആവശ്യമില്ല. യു ആർ ഏബിൾ ഇനഫ് ടു ഫേസ് എനിത്തിങ്. 30% അത് മനസ്സിലാക്കാതെ, ആ ശക്തി മനസ്സിലാക്കാതെ പൊട്ടന്മാരുടെ കൂടെ പോയിരുന്നു അവർ പറയണത് കേട്ട് അവർക്ക് വായ്ത്താളോ സല്യൂട്ടോ അടിക്കുമ്പോൾ ഇവൻ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മുന്നേ അവതരിപ്പിക്കുന്നത്. സൗകര്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കേട്ടാൽ മതി, ഇല്ലെങ്കിൽ ഒന്നുമില്ല. പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അരോചകത്വം ഉണ്ടല്ലോ, അതൊന്ന് പുറത്ത് കാണിക്കണമെന്ന് തോന്നി. ഒരു ചാനൽ ചർച്ചയിലേക്ക് നമ്മുടെ ബാസിത്തും രാഹുൽ ഈശ്വർ ഇരിക്കുകയാണ്. ബാസിത്ത് പിന്നെ പുകഴ്ത്തലിൽ അങ്ങ് പൊങ്ങുമെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ച കുറച്ചുകൂടെ ബുദ്ധിബോധമുള്ള ചെറുക്കനാണ് നീ എന്ന്. ഇവൻ പറയണ കേട്ടങ്ങ് പുകഴ്ത്തി പൊങ്ങി അങ്ങ് പോയെന്ന് തോന്നുന്നു. അവ അവിടെ ചർച്ചയിൽ വന്നിരിക്കുകയാണ്, അവൻ പുകഴ്ത്തുന്നത് കേട്ടുള്ള. സത്യത്തിൽ ഇവ ഒരുമാതിരി ഊക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജനാധിപത്യ രാജ്യത്തിൽ എല്ലായിടത്തും ചർച്ചകൾ നടത്തണം, അതാണോ ഇതിനകത്തുള്ള മറുപടി? അതോ ഈ ബാസിൽ പറഞ്ഞ പല സൂംബ ചർച്ചയാണ്, സൂംബ മതപരമായിട്ടുള്ള ഒരു വിയോജിപ്പ് മാത്രമാണോ രേഖപ്പെടുത്താറുള്ളത്? പറയടാ. ഒന്ന് ആദ്യം തന്നെ പ്രത്യേകിച്ച് മുസ്ലിം പക്ഷത്ത് നിന്ന് നമ്മുടെ ചാനൽ ചർച്ചകൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ. ആധുനിക കാലത്ത് തന്നെ ഡോക്ടർ അബ്ദുള്ള ബാസിലിനെ ഉസ്താദ് അൻസാരി സുഗതി നമുക്ക് വളരെ ശ്രദ്ധിക്കാം, നല്ലതാണ്. അവർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് തുടങ്ങും. ഞാൻ ഈ വിഷയം നമ്മുടെ നീ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് തുടങ്ങാൻ നീ എന്താ ആങ്കറാ? ഇതിനകത്ത് തന്നെയുണ്ട് കാളിയാകണവൻ. ഇവന്റെ ഈ ഓവർ വിനയം, സുഖിപ്പീര്, ഇതിലൊക്കെ പോയി ചാടി കൊടുക്കുന്നവരെ ഒന്നും പറയാനില്ല. ഇരുന്ന് ചിരിച്ച് സന്തോഷിച്ച് സുഖിച്ചങ്ങ് കേൾക്കുകയാണ്. ആരാണ് രാഹുൽ ഈശ്വർ, എന്താണ് രാഹുൽ ഈശ്വർ എന്നൊരു വ്യക്തത ഉള്ള ഒരാൾ പോലും രാഹുൽ ഈശ്വറിനെ തൂക്കി തലയെ വെക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇനി അയാൾ പറഞ്ഞ ജിഹാദിന്റെ വിഷയം, അത് ആപ്റ്റായിരുന്നു, അത് കൃത്യമായിട്ട് കൊള്ളേണ്ടടുത്ത് കൊണ്ടു, അത് ശരി തന്നെയാണ്. പക്ഷേ അവൻ ചാറ്റ് GPT വിഷയത്തിൽ നമ്മളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിലും സൂംബ വിഷയത്തിലും അവൻ ഇറങ്ങി കളിക്കുന്നത് മുഴുക്ക നിങ്ങൾ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചെങ്കിലും കോമൺ സെൻസോടെ പെരുമാറാൻ പഠിക്കൂ. ഒന്നാമത് തന്നെ ഈ MN കാരശ്ശേരി മാഷി പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പഠിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് എഴുത്ത് വായനം പഠിപ്പിച്ചു കൊടുക്കില്ല, ഓത് പഠിപ്പിക്കുകയുള്ളൂ. അതായത് ഈമാൻകാരി ഇസ്ലാം, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളും അതൊക്കെ തന്നെ ഈമാൻകാരി ഇസ്ലാം കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ അക്ഷരങ്ങൾ വായിക്കാനും എഴുതാനും, പിന്നെ കൂടുതൽ പാരായണത്തിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം ആ ഒരു കാര്യമെന്നല്ലാതെ കൂടുതൽ ഇതിലേക്ക് ഡെപ്തിലേക്ക് പഠിപ്പിക്കത്തില്ല എന്നാ പറഞ്ഞത്. അതിന് പഠിപ്പിക്കാൻ അവർക്ക് അവസരവും ഇല്ല. കാരണം ഒരു പരിധി കഴിയുമ്പോൾ അവർ പ്രായം തികയുന്ന മീൻസ് മെൻസ്ട്രേഷൻ വരും, പിന്നെ അവരെ പള്ളിയിലേക്ക് എടുക്കത്തില്ല. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല, അവർക്ക് എത്ര നാൾ വേണമെങ്കിലും പഠിക്കാം, പോകുന്നിടത്തോളം പോയി പഠിക്കാം. അതേപോലെ കുത്തുബകൾ വയ്ക്കുമ്പോൾ വെള്ളിയാഴ്ച കുത്തുബ പള്ളിയിലേക്ക് ആണുങ്ങളാണ് പോകണം, പെണ്ണുങ്ങൾ പോകുന്നില്ല. അവർക്കാണ് ആ പ്രബോധനം വേണ്ടതെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഇത് വക്രീകരിക്കപ്പെട്ടു. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല, ഗൾഫിലൊക്കെ പെണ്ണുങ്ങൾക്കും പോകാൻ പറ്റും. ഇപ്പോൾ കാലപ്പോക്കിൽ ഇത് മാറ്റിയെടുക്കുന്നു. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം വേണ്ടത് പെണ്ണുങ്ങൾക്കാണ്. സ്ത്രീകളാണ് ഒരു സമൂഹം കെട്ടിപ്പോക്കുന്നത്. നമ്മൾ പ്രസവിച്ചു കൊണ്ടതിനെ കുഞ്ഞുങ്ങൾ ആദ്യം കാണുന്ന അമ്മയാണ്. അമ്മയിലൂടെയാണ് ലോകത്തെ തിരിച്ചറിയുന്നത്. ആ അമ്മയ്ക്ക് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ ലോകത്ത് ഒരു കാര്യത്തിനും വാല്യൂ ഇല്ലെന്നേ. എങ്ങനെയാണോ ആ കുഞ്ഞുങ്ങൾ 2 വയസ്സ് 3 വയസ്സ് ഒരു അമ്മയുടെ കൂടെ നിൽക്കുന്ന അമ്മയ്ക്ക് ബോധമുണ്ട്, അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ അവൾക്ക് ലോക പരിചയം കൊടുക്കാൻ ഏറ്റവും ഈസി ആയിട്ട് നടക്കാനും നിൽക്കാനും തിന്നാനും കുടിക്കാനും പഠിപ്പിക്കുക എന്നുള്ള അമ്മയുടെ ഉത്തരവാദിത്തം. പൊതുസമൂഹത്തിൽ ഇറങ്ങി മറ്റുള്ളവരുമായി ഇടപെടുകയും കാര്യപ്രസക്തമായ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൂടെ അമ്മയ്ക്കുണ്ട്. അമ്മയെ റെസ്പെക്ട് ചെയ്താൽ മാത്രം പോരാ. ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുക, അല്ലാതെ അത് മാത്രം പോരാ. നമ്മൾക്കൊരു കുറ്റോ കുറവോ വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാളീച്ച വന്നാൽ, ഇപ്പോൾ ഒരു ആക്സിഡന്റ് നമ്മൾ കിടന്നുപോയി, അവൾ മറ്റൊരു പുരുഷനെ തേടി പോടേണ്ട ആവശ്യമില്ല. അവൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അവളുടെ ജീവിതം നയിച്ചോളും. ഒരുപാട് പേര് അങ്ങനെയാണ്. ഫാദർലെസ് കിഡ്സിനെ നോക്കേണ്ട ഒരു ഗതികേട് ഈ കമ്മ്യൂണിറ്റിയിലുള്ള പെൺകുട്ടികൾ അധികം അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പലരും ഇട്ടിട്ടോടികളെ
വീണ്ടും വിവാഹം കഴിക്കാന്നുള്ള കാര്യത്തിനെ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെക്ഷൽ പരമായ ടോക്കിങ്ങിനാണ്. അത് എവിടെയുണ്ട്? ഖുർആനിൽ ഏതായത്തിൽ എത്രാമത്തെ വലിയ മുലകളുള്ള പെണ്ണുങ്ങളുടെ കഥ, ഇതാണ് അവരുടെ എക്സ്പ്ലനേഷൻ. പകരം അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് നല്ല മൂല്യബോധമുള്ള നിയമങ്ങൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം സ്ത്രീകൾക്ക്. സ്ത്രീകളുടെ റൈറ്റ്സ് എന്താണെന്ന് സ്ത്രീകൾക്ക് മനസ്സിലായാൽ അവർക്ക് തിരുത്താൻ പറ്റും സമൂഹത്തിനെ. അതെന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നില്ല? ഇവിടെയാണ് തകരാറുകൾ വരുന്നതും സ്ത്രീകൾ ഇതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു രീതി വരുന്നത്. ഒരു പെണ്ണ് ഇറങ്ങിപ്പോകുമ്പോൾ അവളെ തെറി വിളിച്ചിട്ട് അവളെ പോക്കർത്തരം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തുകൊണ്ട് അവൾ പോകുന്നു എന്ന് ചിന്തിക്കണം. എന്തിനാണ് അച്ചടക്കം അവളുടെ തലയിൽ മാത്രം കെട്ടിവെക്കുന്നത്? അച്ചടക്കം വേണ്ടത് ആണിനാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നില്ലേ? ഹിജാബ് നിർബന്ധമാക്കപ്പെട്ടത് നിന്റെ കണ്ണുകൾക്കെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് പെണ്ണിന് മാത്രം മുഖത്ത് മുണ്ടിട്ടുകൊണ്ട് നടക്കണമെന്ന് പറയുന്നത്? അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഒരു സംഗതി പറയാനൊക്കത്തില്ല, ഉടനെ വരെ ഏതെങ്കിലും ഒരു മണങ്ങുണാഞ്ചൻ. നിനക്കൊന്നും വേറെ പണിയില്ലടാ. ഏത് നേരം വന്നിട്ട് കൊച്ചുങ്ങൾ ഇന്ന നിക്കറിടാം, വള്ളി നിക്കറിട്ടൂടാ, ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ജീവിത സാഹചര്യമല്ല ഇന്നുള്ളത്. അതിന് സഭ്യമായ വസ്ത്രധാരണം നിർബന്ധമാണ്, അത് തർക്കമില്ല. മൂടിപ്പൊതിച്ച് നടക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും അത് ശ്വാസം മുട്ടും, അതിന് എഗൻസ്റ്റ് പറയും, അവരത് എടുത്ത് കളയാൻ നിർബന്ധിക്കപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇനി നമുക്ക് രാഹുൽ ഈശ്വറിന്റെ താളത്തിലേക്ക് വരാം. നിങ്ങളത് കേട്ടിട്ട് നിങ്ങൾക്ക് ദൃതങ്ക് പുളകിതനായിരിക്കുന്ന ബാസിത്തിനോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. പുകഴ്ത്താണ്. ഡിക്ഷണറിയിൽ നിന്ന് കുറെ വായിക്കൊള്ളാത്ത വാക്കുകളും വായിക്കൊള്ളാത്ത കുറെ വേർഡ്സും എടുത്തു വെച്ച് അങ്ങ് താളം ചവിട്ടും ആള്. എന്നിട്ട് അത് വെച്ചിട്ടാണ് തകർക്കുന്നത്. എടാ, നീ വെറും കൂറയാണെന്ന് നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് നീ മറന്നുകൊണ്ടാണ്. അവന് നന്നായിട്ട് അറിയാം ഒരു വിഭാഗം ജനത, പ്രത്യേകിച്ച് കച്ചവട താല്പര്യങ്ങൾക്കായി പോകുന്ന ഒരു വിഭാഗം ജനതയ്ക്ക് ഈ ലാംഗ്വേജിനെ പറ്റി വലിയ ഗ്രാഹ്യമില്ല. ഇത് പ്രിസർവേറ്റീവ്സ് കൺസർവേറ്റീവ്സ് എന്ന് പറയുമ്പം അതിനകത്തൂടെ ഉളച്ചു കെടുത്താൻ ശ്രമിക്കുന്ന ഒരു സാധനം ലെവലിലേക്ക് എത്തത്തില്ല. അവർക്കറിയില്ല ഇവൻ എന്ത് ഭയങ്കര നോളജ് ബേബി എന്നല്ലേ വിചാരിക്കുന്നത്. അവരെല്ലാം അങ്ങ് അരച്ചു കലക്കി കുടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. മലയാളത്തിൽ പറയടാ, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുന്നു. നീ ഒരു ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിക്കാത്ത പച്ച മലയാളത്തിൽ നീ ഒന്ന് സംസാരിച്ചാണ് കേൾക്കട്ടെ. നീ ഈ വിഷയങ്ങൾ എടുക്കുമ്പോൾ മാത്രമല്ല പ്രിസർവേറ്റീവ് നിന്റെ അമ്മമ്മയുടെ ഒന്നാം കുടിച്ചു. നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം, നമുക്ക് അവരോട് സംസാരിക്കാം, ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല എന്നൊരു സമീപനം ഗോവിന്ദമാഷ് അടക്കം എടുത്തത് വളരെ സ്വാഗതാർഹമാണ്. അതായത് ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സൂംബയോട് നമ്മൾ പൊതുവെ അസോസിയേറ്റ് പറയാണ്. ഗോവിന്ദമാഷ് പറഞ്ഞത് അവൻ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങളുടെ തലേ കയറിയില്ലേ? അവൻ എന്താ പറഞ്ഞേ? ഗോവിന്ദമാഷ് ഉള്ളത് പറഞ്ഞതെല്ലാം സ്വാഗതാർഹമാണ് എന്ന് വെച്ചാൽ അവൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നു. പിന്നെന്ത് വായ്ത്താളം അടിക്കാൻ? നീ സൂംബ ഡാൻസ് ഇതിനകത്ത് കൊണ്ടുവരുന്നതിനകത്ത് നീ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയെന്ന് ചോദ്യത്തിന്റെ ഉത്തരം ഗോവിന്ദമാഷ് ഉൾപ്പെടെ എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? എന്താണ് അതിന്റെ അർത്ഥം? അർത്ഥം ഇത്രയേ ഉള്ളൂ. അവനത് അംഗീകരിക്കണമെന്നാ പറഞ്ഞേ. നിങ്ങൾക്കാണ് എതിർപ്പ്. അപ്പൊ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്ന വ്യാജേന നിങ്ങളെ പൊതുസമൂഹത്തിൽ നിന്ന് നീക്കി നിർത്താനുള്ള അവന്റെ കുൽസിത പരിശ്രമമാണ് നിങ്ങളാ കണ്ടത്. എക്സ്പോസിംഗ് ആയ ഡ്രസ്സുകൾ, ഇറുകിയ ഡ്രസ്സ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പം കൺസർവേറ്റീവ് ഗ്രൂപ്പുകൾക്കെല്ലാം, ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യാനിക്കും എല്ലാം അതിലൊരു കൺസേൺ ഉണ്ട്. നമ്മുടെ കുട്ടികൾ അമിതമായി ഇറുകിയ വസ്ത്രങ്ങളോ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അമിതമായി സ്ലീവ്ലെസ്സോ ശരീരഭാഗങ്ങളെ എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ ഒക്കെ ഇത്തരം കാര്യങ്ങൾ ഇടുമോ? ഇതാണ് ഉള്ളിന്റെ ഉള്ളിൽ പലർക്കും ഉള്ളൊരു സങ്കോചം. അതോടൊപ്പം ചർച്ച അടക്കമുള്ള ജനാധിപത്യ പ്രക്രിയ തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും വരുന്നുണ്ട്. ഈ വിഷയം ഇതുപോലെ തന്നെയല്ല ഇപ്പൊ മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാത്രമല്ല. നമ്മുടെ വെള്ളാപ്പള്ളി സാർ 2022 ഓഗസ്റ്റ് 28 വളരെ കൗതുകമുള്ള ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞതാണ്, വെള്ളാപ്പള്ളി സാർ SLDP ആദരണീയനായ അധ്യക്ഷനാണ്. അദ്ദേഹം പറയുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ ഒരുപാട് ഇടകലർന്ന് ഒരുമിച്ചിരുന്ന് പഠിക്കേണ്ട ഒന്നുമില്ല. നമ്മുടെ ഭാരത സംസ്കാരമാണ്. നമ്മൾ ആരും അമേരിക്കയിലല്ല ജീവിക്കുന്നത്. അടുത്ത വരി ശ്രദ്ധിക്കണം. ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം മാനേജ്മെന്റിന്റെ സ്കൂളിൽ പോയാൽ ആണും പെണ്ണും കെട്ടിപ്പിടിച്ച് നടക്കുന്നത് കാണാൻ പറ്റില്ല. എന്നാൽ NSSന്റെയും SNDPയുടെയും ഒക്കെ കോളേജിൽ പോയാൽ അരാജകത്വമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹം വളരെ ഇതിന് അന്ന് ഞാൻ മറുപടി കൊടുത്തിരുന്നു. 2022 നടന്ന ഒരു സംഗതി എടുത്തുകൊണ്ട് ഇവൻ വരുമ്പോ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. പ്രത്യേകം പുള്ളി ഈ സൂംബ ഡാൻസ് അദ്ദേഹം എവിടെ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് പോയി പത്രസമ്മേളനത്തിൽ പോയി വീട്ടിലേക്ക് ആള് വരിക ചെയ്യുന്നത്. അങ്ങടെ ചെയ്യുന്നവന്മാരൊക്കെ അമ്മാതിരി കപ്പാസിറ്റിയുള്ള അത്രത്തോളം കോളേജും സ്കൂളും ഒക്കെ നടത്തുന്ന വ്യക്തിയാണ് നടേശ മോലാളി. അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞാൻ സന്തോഷപൂർവ്വം അക്സെപ്റ്റ് ചെയ്യണം, അത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇവൻ ഇതിനകത്ത് ഇത് കുത്തിത്തിരിക്കുന്നത് എന്തിനാണ് നടേശ മോലാളി ഇതിനകത്ത് പിടിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് വാർത്ത കാണുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് രാഹുൽ ഈശ്വർ നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഒന്ന് തള്ളി മറിക്കണം. രാഹുൽ ഈശ്വർ വാർത്തകളെ കൊണ്ടുവന്ന് വെച്ച് അമ്മാനമാടി കുത്തിത്തിരികാനാണ് ശ്രമിക്കുന്നത്. 2022 അത് നടേശൻ പറഞ്ഞ ഒരു കാര്യം ഇപ്പോ വെള്ളാപ്പള്ളി നടേശൻ എന്തു പറഞ്ഞു? സൂംബ ഡാൻസ് വേണമെന്ന്.
അതിൻ്റെ ഇടയിലേക്ക് മറ്റത് കൊണ്ട് വരികൾക്കിടയിൽ കുത്തിക്കയറ്റുക എന്നുള്ള കളിയാണ് ഇവൻ ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? ശിവൻകുട്ടി പറഞ്ഞു എന്ന് പറയുന്നു. എന്താ പ്രശ്നം? ഇവന് മാത്രമാണ് കുത്തിക്കിഴപ്പ്. ഇവൻ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്കിട്ടുള്ള പാര, നിങ്ങൾക്കുള്ള കുഴി കുഴിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതെല്ലാം മാതാപിതാക്കളെ വിഷമത്തിലാക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇതിലെല്ലാം നശിക്കുന്നത് നമ്മുടെ, അതായത് ഹിന്ദുക്കളുടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പൊ ഒരു എത്തിക്കൽ കൺസേൺ നമ്മുടെ ഒരു മുതിർന്ന തലമുറകൾ കൊണ്ട് നമ്മളത് മറച്ചു വെക്കണ്ട. അപ്പൊ ആ തലമുറയെ എന്ത് ചെയ്യണം? നമുക്ക് വിശ്വാസത്തിലെടുക്കണം. എങ്ങനെ വിശ്വാസത്തിലെടുക്കണം? അങ്ങനെ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, അല്ലെങ്കിൽ മോശമായോ എക്സ്പോസിംഗ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ വരില്ല. ഇപ്പൊ നമ്മുടെ ന്യൂസ് 18 തന്നെ ചാനൽ ചർച്ചയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടികളിൽ ചെന്നിടുന്ന വസ്ത്രങ്ങൾ നമ്മുടെ ഒരു മുതിർന്ന തലമുറയ്ക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും. സ്ലീവ്ലെസ് ആകട്ടെ, ഷോർട്ട് ടോപ്പ് ആകട്ടെ, അല്ലെങ്കിൽ ടൈറ്റ് ഡ്രസ് ആകട്ടെ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? നമ്മുടെ എല്ലാ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും ഒരു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ളവരില്ലേ? അപ്പൊ കുറച്ച് ഇത്തരം വസ്ത്രങ്ങളോ എക്സ്പോസിംഗ് തോന്നുന്ന വസ്ത്രങ്ങളോ ഇട്ട് ഡാൻസിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് അതിലൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ട്, അസ്വീകാര്യതയുണ്ട്. ഭയങ്കര സാംസ്കാരിക സംഗതി പറയുന്ന അവന്റെ പെണ്ണുപിള്ള ഇടുന്ന വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുവാ, അങ്ങ് തള്ളി മറിപ്പാണ്. അതായത് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ളവർ ഫോർവേഡായി തിങ്ക് ചെയ്യുന്നവരല്ല, അവർ പുരാതന ചിന്താധാരയുള്ളവരാണ്. അവർ സ്ത്രീകളെ അങ്ങനെ തന്നെയാണ് കൺസേൺ ചെയ്യുന്നത് എന്ന ഒരു ഒളിച്ചു കടത്തൽ ഇതിനകത്തുണ്ട്. ബാസത്തിരുന്ന് ചിരിക്കുകയാണ്. കറക്റ്റാ. എടാ, നീ പഠിച്ചതിന് വല്ല പ്രയോജനം ഉണ്ടാവാം. ഒരു ബോധമുള്ള കാര്യമാണ് അവൻ പറയുന്നത്. ലോകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ തന്റെ നഗ്നത കാണിക്കാൻ ആഗ്രഹിക്കുമോ? അങ്ങനെ അവൾ കാണിക്കുന്നെങ്കിൽ അതൊരു പ്രതിഷേധമാണ് അവൾ കാണിക്കുന്നത്. ഒരു സ്ത്രീയും മനഃപൂർവ്വമായി അവളുടെ നഗ്നത മറ്റൊരാളെ കാണിക്കാൻ ആഗ്രഹിക്കാത്തവളാണ്. ഒരു സ്ത്രീയും കാണിക്കത്തില്ല. അത് അത്രത്തോളം അവളെ ഇട്ട് കുത്തിപ്പറിക്കുമ്പോൾ അവൾ വേറെ പണിയില്ലാതെ എടുത്ത് വെച്ച് കാണിച്ചു തരുന്നത്. അത് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടേ ഞാൻ പറയുള്ളൂ. ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ പെണ്ണുങ്ങളും അത് ആഗ്രഹിക്കത്തില്ല. വേറെ നിവർത്തി കിടമ്പോഴാണ് പെണ്ണുങ്ങൾ അതിന് ഇറങ്ങുന്നത്. ഞാൻ ആ കാര്യത്തിൽ പെണ്ണുങ്ങളൊക്കെ ഒപ്പം നിൽക്കുന്നത്. ഇനി അഥവാ അതാണ് നല്ലതെന്ന് തോന്നിയപ്പം നിമിഷ ബിജുവിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമാണ്, ഞാൻ ചെയ്യുന്നു, എനിക്കതിൽ നിന്ന് പണം കിട്ടുന്നുണ്ട്, ഞാൻ ചെയ്യുന്നു. നിഷേധാത്മകമായ ഒരു തീരുമാനമാണത്. അതിൻ്റെ വരും വരായികളോ അതിൻ്റെ ഭവിഷ്യത്തോ അല്ലെങ്കിൽ അത് മൂലം അവരുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വിഷമമോ ഒക്കെ മനസ്സിലാക്കാത്തതുകൊണ്ട് ചെയ്യുന്നത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യില്ല. ഒരു പെണ്ണും ആഗ്രഹിക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എത്ര ഫോർവേഡ് ചിന്താഗതിയുള്ള പെണ്ണാണെങ്കിലും തൻ്റെ നഗ്നത പ്രദർശിപ്പിക്കാനോ തൻ്റെ ശരീരം വിൽക്കാനോ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്തിനാണടാ ഇത് വലിച്ചൊടിക്കുന്നത്? നാറി. മനസ്സിലാക്കുകയും അവരോട് പറയുകയാണ് അങ്ങനെയല്ല, സൂംബ ആരോഗ്യത്തിന് നല്ലതാണ്, പക്ഷേ സൂംബയിൽ വ്യത്യസ്ത ഡ്രസ്സുകൾ ഇടാം. ശിവൻകുട്ടി സാർ പറയുന്നുണ്ട്. അതായത് സൂംബയിൽ വ്യത്യസ്ത ഡ്രസ്സുകൾ, ഏതെങ്കിലും ഒരു പ്രത്യേക ഡ്രസ്സ് നിഷ്കർഷിക്കുന്നില്ല, പകരം നല്ല നീളമുള്ള ഡ്രസ്സോ ഒട്ടും എക്സ്പോസ് ചെയ്യാത്ത ഡ്രസ്സോ ഇട്ട് മുമ്പോട്ട് പോകാം. ഈ രീതിയിൽ അവരെ പറഞ്ഞ് വിശ്വാസത്തിലെടുക്കുന്നതിന് പകരം ഇത് പറയുന്ന ആൾക്കാരെല്ലാം വളരെ മോശക്കാരാണ്, അല്ലെങ്കിൽ മതവിശ്വാസത്തെ അവഹേളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം പലപ്പോഴും ഞങ്ങൾ ഹിന്ദുക്കളെ ഈ പറഞ്ഞതിനെ വെച്ചിട്ട് അവൻ പറയണത് അവരെ പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്കണോന്നാ പറയണത്. അത്ര പൊട്ടന്മാരാ, അത്ര പോഴന്മാരാ? അവർക്ക് അറിയത്തില്ല. സ്കൂളിലേക്കല്ലേ പോകുന്നത്, അവിടെ ഡാൻസ് കളിക്കാൻ. ഈ ഉസ്താക്കന്മാരുടെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്നറിയാം? നിങ്ങൾ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തല്ലേ എന്ന് പറയുമ്പോൾ എന്നാ നീ ബിക്കിനി ഇട്ടോ, എന്നാ നീ തുറന്ന് കാണിച്ചോണ്ട് നടന്നോ. എന്ത് കോമൺ സെൻസ് ഇല്ലായ്മയാണോ? വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കാലാവസ്ഥയ്ക്ക് അനുസൃതമായ വസ്ത്ര സ്വാതന്ത്ര്യം തന്നെയാണ്. ഇവിടെ ഇപ്പം പഴയകാല ചിത്രമൊന്നും ഞാൻ കൊണ്ടുവന്ന് വെക്കുന്നില്ല, നിങ്ങൾ ഓർത്തെടുത്താൽ മതി. പ്രേം നസീറിന്റെ കുടുംബചിത്രം, ബഷീറിന്റെ കുടുംബചിത്രം എടുത്തു വെച്ച് നോക്ക്. ആരാണ് പർദ്ദ ഇട്ടുകൊണ്ട് നടന്നത്? ആ പർദ്ദ എന്ന് പറയുന്നത് അറബിയൻ രാജ്യങ്ങളിൽ അവരുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ഡ്രസ് കോഡാണ്. അത് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ കാലാവസ്ഥ നമുക്ക് ഉണ്ടാകണം. ഇവിടെ 4 സീസൺ നടക്കുന്ന ഒരു രാജ്യത്ത് ഒരു കാരണവശാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ് കോഡുകളല്ല അത് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് നിർബന്ധമാക്കപ്പെടരുത്. ഇസ്ലാമിൽ അത് നിഷ്കർഷിക്കുന്നുണ്ട്, നിർബന്ധിച്ചൊന്നും ചെയ്യിക്കാൻ പാടില്ല എന്ന്. അത് പറയണ മതമാണോടോ ഇത്? എന്തിനാണോടോ ഈ മതത്തിനെ വളച്ചൊടിക്കുന്നത്? മതത്തിൽ തന്നെ പറയുന്നുണ്ട് ഒന്നും നിർബന്ധിക്കാൻ പാടില്ല. നിന്റെ കർമ്മഫലം, നീ എന്ത് ചെയ്യുന്നു അതിന്റെ ഫലം നീ അനുഭവിക്കും. നിന്റെ കബറിൽ വേറെ ആരും വരില്ല, നീയാണ് പോകേണ്ടത്. കബറിലേക്ക് പോകുമ്പോൾ ഇത്ര പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മാത്രമാണ്. അല്ലാതെ നിഷ്ഠയോടുകൂടി താക്കീതോടുകൂടി ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഫറലൊന്നും സുന്നത്തൊന്നും പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറയണത് എന്തിനാണ്? ഫറലായിട്ടുള്ളത് ഫറലായിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നിസ്കാരം അത് ഫറലാണ്, അതിലും സുന്നത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, സുന്നത്തായിട്ടും ചെയ്യാം. ഇപ്പൊ ഈ വേർഡ്സ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട, അത് മുസ്ലിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ പഠന വിധേയമാക്കേണ്ട കാര്യങ്ങൾ പഠന വിധേയമാക്കുക, പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. മുഹമ്മദ് നബി പോലും പറഞ്ഞിട്ടുള്ള കാര്യം ഈ പണ്ഡിതന്മാർക്ക് അധികം വാല്യൂ കൊടുക്കരുത്. അവരുടെ ഉദ്ദേശ ലക്ഷ്യം ഖുറാനികപരമായ കാഴ്ചപ്പാടുകൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതിലുപരി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അവർക്ക് വായിക്കാനുള്ള ബോധമുണ്ട്, അവർക്ക് വെള്ളിയാഴ്ചയുണ്ട്, അവർ വായിച്ചോളും, തെറ്റും ശരിയും അവർ കണ്ടെത്തിക്കോളും. അതിനകത്ത് എന്തെങ്കിലും തകരാറോ പിഴവുകളോ ഉണ്ടോ തിരുത്താൻ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ബോധം ഉണ്ടാവണം. അതേപോലെ മുസ്താക്കന്മാർക്ക് അതിനകത്ത് ഇടപെടാനുള്ള ഒരു ഇതും ഉണ്ടാകണം. അതിനപ്പുറം ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലില്ല. ഇന്ത്യ ഭരണകൂടം അത് അനുവദിക്കുന്നില്ല.
മൗലികമായ അവകാശ ലംഘനമാണ് അത്. ഒരാളുടെ പേഴ്സണൽ ചോയ്സിൽ കയറുന്നത്. വസ്ത്ര സ്വാതന്ത്ര്യം ഒരു മനുഷ്യന്റെ മൗലിക അവകാശമാണ്. ആ മൗലിക അവകാശത്തിൽ തൊടുമ്പോഴാണ് മറ്റുള്ളവർ അവരെ വന്ന് സഹായിക്കുകയും ആ സഹായത്തിന്റെ പ്രതിധ്വനിയായിട്ട് അടുത്ത എക്സ് മുസ്ലിം കൂടെ ഉണ്ടാകുന്നത്. ഇവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നാൽ നാട്ടിൽ ഇനിയും എക്സ് മുസ്ലിമുകൾ കൂടുവന്നതിനപ്പുറം ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. എക്സാക്ട്ലി വന്നല്ലോ പോയിന്റ്. ചെകുത്താന്റെ നാക്കിന്നത് വന്നല്ലോ. പുരോഗമനവാദികൾ കടിച്ചതിനും എന്ന് വെച്ചാൽ ഇസ്ലാമിൽ പുരോഗമനവാദം ഇല്ല. ഇവിടെ എത്ര സിനിമാ നടന്മാരുണ്ട് മുസ്ലിംസിൽ നിന്ന്? പുരോഗമനവാദമല്ലോടോ അത്. എന്താണ് പുരോഗമനവാദം? പണ്ട് മാമുക്കോയെ പറഞ്ഞിട്ടില്ല, ഒരു ഫോട്ടോ എടുക്കാൻ പോലും മംനൂനായി, അതായത് നിഷേധം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി അതിൽ നിന്ന് ഒരുപാട് പേര് ആണും പെണ്ണും സിനിമാ ഫീൽഡിലേക്ക് വരുന്നു, ഫോട്ടോ എടുക്കുന്നു. കാലാനുസൃതമായ മാറ്റങ്ങൾ അവർക്കിടയിൽ വന്നിട്ടുണ്ടിട്ടും അവരെ പുരോഗമനവാദികൾ അല്ല എന്ന് പറയുന്ന സൂചനയിൽ ഇവൻ അനുഭവിച്ചോ? മുസ്ലിം സമൂഹത്തിൽ കുറച്ചുകൂടി ഒരു സാംസ്കാരികവും പാരമ്പര്യവുമായ കെട്ടുറപ്പുള്ളത് കാരണം അവർ ക്രിസ്ത്യാനികൾ കൂടുതലായി ഉന്നയിക്കുന്നതേ ഉള്ളൂ. ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ ഇതുപോലത്തെ സൂമ്പ നമ്മുടെ കോളേജിൽ സ്കൂളിൽ എടാ പോടാ അവിടുന്ന്. ഒരു ക്രിസ്ത്യൻ സഭയും ഇതിനെതിരെ പറഞ്ഞിട്ടില്ല. എന്തിനാണ് വായ്ത്താളം അടിക്കുന്ന കാപ്പിപ്പൊടി അച്ഛൻ പോലും മണ്ണാക്കി പിരിവെട്ടി കയറിയിരിക്കുകയാണ്. കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പണ്ട് നമ്മുടെ ഇപ്പൊ എന്റെ വിവാഹ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത്രയും കാലം പഴക്കമുള്ളതാണ്. അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മെലിഞ്ഞ് തൊലിഞ്ഞ് കുടവയറും ഒന്നും ഇല്ലാത്ത കുറെ എണ്ണമാണ് ഉള്ളത്. എന്താ അന്നൊന്നും ആഹാരമില്ല. ആരുണ്ട്? മിതഭക്ഷണം, അമിതമായിട്ടുള്ള വ്യായാമങ്ങൾ. നമ്മൾ സ്കൂളിൽ പോകുന്ന ബസ്സൊന്നും വരത്തില്ല, 2-3 കിലോമീറ്റർ നടന്നു പോകണം. അങ്ങനെയായിരുന്നു കുട്ടികൾ. പള്ളിക്ക് പോകണം, പള്ളിയിൽ നിന്ന് ഓടി വീട്ടിൽ വരണം, പിന്നെ അങ്ങോട്ട് ട്യൂഷന് പോകണം, ട്യൂഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകണം. അമ്മാതിരിയാണെന്നറിയാം. ഒരു ദിവസം നമ്മൾ സിനിമയിൽ പറഞ്ഞ കണക്കുന്ന ഈ നടത്തം നമ്മൾ നേരെ നടന്ന ദുബായിൽ നടന്നേയില്ല. അമ്മാതിരി ദൂരം നമ്മൾ കിടന്ന് ഓടെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. വീട്ടിന്റെ മിറ്റത്ത് വരും, പറ്റുമെങ്കിൽ റൂമിൽ നിന്ന് അങ്ങോട്ട് കാറിലേക്ക് കയറുന്നതാണ് അവസ്ഥ. അതിൽ നിന്ന് അങ്ങോട്ട് കയറി സ്കൂളിൽ പോകും, അവിടെ ഒരു ടീച്ചർ കൊണ്ടുവന്ന് ഇരുത്തും, അവിടെ ഇരുന്ന് പഠിക്കും, കുട്ടികൾ തിരിച്ചു വരും. ഇത് തന്നെ ഇരിക്കുക, മൊബൈൽ നോക്കുക, ഗെയിം കളിക്കുക എന്നതിനപ്പുറം കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റീസ് ഇല്ല. PT ഉണ്ടെന്ന് പറയും. അപ്പൊ അതിനകത്തേക്ക് കുട്ടികൾ അധികം ആക്ടിവിറ്റീസിന് ഇറക്കുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേരെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല എന്നുള്ളതാണ്. നടക്കാൻ പോലും പറ്റാത്ത കുട്ടികളാണ്, തിന്ന് പെരുത്തിട്ട് കയറി ഇരിക്കുകയാണ്. ഇതേ ആഹാരം, ഇതേ സംഗതികൾ തന്നെയാണ് പുരാതന കാലത്ത്. അതായത് പുരാതനം എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലമാണ് കേട്ടോ, ഞാൻ കുറച്ച് പുരാവസ്തു തന്നെയാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഉള്ളത് നമ്മളൊക്കെ നല്ലപോലെ ആഹാരം കഴിക്കും. 3 പേർക്ക് തിന്നാവുന്ന ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. എന്നാലും തടി വയ്ക്കില്ല. ഇപ്പം നമ്മൾ ഒരാൾക്കല്ല, ഒരു അരയാൾക്ക് തിന്നുന്ന കാര്യം കഴിച്ചാൽ പ്ലസ് വെള്ളം നേരെ കുടിച്ചാലും മനുഷ്യ വണ്ണം വയ്ക്കും. എന്തുകൊണ്ടാ? വ്യായാമമില്ല, വിയർക്കില്ല. മുറിക്കകത്ത് AC, വണ്ടിക്കകത്ത് AC. ആ കാലാവസ്ഥ നമുക്കില്ല. നമ്മൾ ആ കാലാവസ്ഥയിലല്ല ജീവിക്കുന്നത്. സൗകര്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ അതിന് തക്കതായ രീതിയിൽ നമ്മുടെ ശരീരത്തിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള വ്യായാമ മുറകൾ നമ്മൾ ചെയ്യണം. കുട്ടികൾക്ക് അത് ചെയ്തു കൊടുക്കുന്നത് എന്താ തെറ്റ്? സൂമ്പട. എന്നാ നീ ഒപ്പന നിരോധിക്കടാ. എന്താ ഒപ്പന? പിള്ളേർ തുള്ളി കളിക്കല്ലേ? ഒന്നാമത് ഈ ഒപ്പന കളിക്കുമ്പോൾ സർവത്ര ശരീരഭാഗവും കുളുങ്ങും. തുള്ളി ചാടി തുള്ളിയാണ് ആ കളി കളിക്കുന്നത്. എന്നാ നീ അത് നിരോധിക്കടാ. എന്താ അത് നിരോധിക്കാത്ത? പണ്ടത്തെ കാലഘട്ടം എത്ര സുഭിക്ഷമായിരുന്നു, എത്ര സ്വസ്ഥതയുള്ളതായിരുന്നു. ആശാട്ടിയമ്മ വരും അത്ര തിരുവാതിര പഠിപ്പിക്കാൻ. മുസ്ലിം പെമ്പിള്ളേരും പോകും തിരുവാതിര കളി കളിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ. അതേപോലെ നമ്മുടെ കസിനോ ആരെങ്കിലും വിവാഹമാണെങ്കിൽ ആ നാട്ടിലുള്ള ഹിന്ദു കുട്ടികൾ നമ്മളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഒപ്പന തീരുമാനിക്കുക. കാരണം തലേന്ന് നമ്മളാണല്ലോ അവിടെ കൂത്ത് കളിക്കുന്നത്. അത് കൂത്ത് തന്നെ, ഒരു തരം കൂത്ത്, ഒപ്പന കൂത്ത്. 10 സോങ് എടുക്കും. 10 സോങ് നമ്മൾ ആ വിവാഹത്തിന് ഒരുങ്ങുന്നതിനേക്കാൾ, ഈ പെണ്ണൊരുങ്ങുന്നതിനേക്കാൾ കൂടുതൽ നമ്മളൊക്കെ കസിൻസ് ആണ് ഒരുങ്ങുന്നത്. ആ കൂട്ടുകാരിയൊക്കെ വിളിച്ചു വരുത്തി ഒപ്പന പഠിച്ചിട്ട് അത് പോയി അവിടെ പെർഫോം ചെയ്യുന്നത്. അത് നാട്ടുകാരുടെ മുമ്പിലല്ലേ പെർഫോം ചെയ്യുന്നത്? കുടുംബക്കാർ തന്നെ, പക്ഷെ നാട്ടുകാരുണ്ടാവില്ലേ? അവിടെ ഇരുന്ന് കൊച്ചിൻ്റെ കൂടെ ഒപ്പന കളിക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഒരു കാലം. ഇന്ന് അതൊക്കെ മാറിയിട്ട് ഇത് പറ്റൂല, അത് പറ്റൂല. ഇന്ന് അതൊരു റെഡിമെയ്ഡാണ്. പണ്ട് വിവാഹം എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. എല്ലാ വീട്ടിലെ അമ്മി വീട്ടിന്റെ പുറകുവശത്തുണ്ടാവും, നിരത്തി വെക്കും, എല്ലാം കൂടെ ചേർന്ന് അരച്ച് കറി വെച്ച്. അതൊരു സംഗതി തന്നെയായിരുന്നു, ഒരു സന്തോഷമുള്ള ഒരു കാലഘട്ടം. ഇന്ന് വിവാഹം എന്ന് പറയുമ്പോൾ 3 ലക്ഷം രൂപ തരാൻ നീ ഇതെടുത്തോ, കാറ്ററിങ് അവനിക്ക്, മറ്റത് ഇവനിക്ക്. എന്തുപാടോ പ്രഹസനങ്ങൾ. കാലം എങ്ങോട്ട് സഞ്ചരിക്കുന്നുണ്ട്, കാലത്തിനനുസരിച്ച് നമ്മളും പോകുന്നു. പണം ഉണ്ടാക്കുന്നു, കണ്ടവനിക്ക് കൊണ്ട് കൊടുക്കുന്നു, അവൻ ചെലവ് നടത്തുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാലാനുസൃതമായ മാറ്റങ്ങൾ വേണമെന്ന് പറയുമ്പോൾ പഴമയെ തീർത്തും അങ്ങ് പരാജയപ്പെടുത്തല്ലേ. അന്നത്തെ കാലഘട്ടത്തിൽ ഞാനൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഒരു ഷാള് മാത്രമാണ് പെണ്ണുങ്ങൾ ഇട്ടുകൊണ്ട് വരിക. തട്ടം വേണമെന്നുള്ളൊരു നിർബന്ധം. ആരും ഒരുപാട് പേര് അതൊന്നും ഇട്ടൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷെ നെഞ്ച് മറയ്ക്കണം എന്നുള്ളതായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളത്. ഇന്നത് പർദ്ദ ഇട്ടുകൊണ്ട് വരുമ്പം നിങ്ങളെ വ്യത്യസ്തരാക്കിയാണ് മറ്റുള്ളവരിൽ നിന്ന്. നിങ്ങൾ വ്യത്യാസരായി, നിങ്ങൾ വ്യത്യസ്ത ജീവിയാണ്. അത് എവിടുന്നോ വന്ന അന്യഗ്രഹ ജീവി പോലെ ഇരുന്നാലേ നിനക്കൊക്കെ സമാധാനമാകും. നീക്ക് എന്തെങ്കിലും കാണില്ല. അത് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നീന്തൽ മത്സരത്തിനൊക്കെ നിങ്ങളുടെ ഒരു കണക്കിൽ എന്ത് ഡ്രസ് ഇട്ട് മത്സരത്തിനൊക്കെ പങ്കെടുക്കാൻ പറ്റും? അവിടെയാണ് നീന്തൽ മത്സരത്തിൽ ഇട്ട് പോകുന്ന ഡ്രസ് ഇട്ട് സ്കൂളിൽ പോകാൻ പറ്റുമോ? ബിക്കിനിയും സ്വിംസ്യൂട്ടും ഇട്ട് സ്കൂളിൽ പോയി ചെയ്യാൻ പറ്റുമോ? ഓരോ സ്ഥലത്തിനും ഓരോ കോണ്ടെക്സ്റ്റ് ഇല്ലേ? നീ പഠിച്ചത് വിവരക്കേടാണെന്നുള്ളതിന്റെ തെളിവാണ്ട അത്.
നീന്തൽ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഡ്രസ്സും കൊണ്ട് തന്നെയാണ് അവരവിടെ പോകുന്നത്. നീന്തൽ മത്സരത്തിന് പർദ്ദയിട്ടുകൊണ്ട് നീന്തി കയറാൻ പറ്റത്തില്ല. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഡ്രസ് കോഡ് അവിടെ കൊടുക്കും. അത് സ്കൂൾ തലങ്ങളിൽ തന്നെ അത് അലൗഡ് ചെയ്ത് കൊടുക്കും. സൂംബ ഡാൻസിന് അവർക്ക് ഡ്രസ് കോഡൊന്നും കൊടുക്കുന്നില്ല. അവരുടെ വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ ഡാൻസ് കളിച്ചാൽ മതിയാകും. വേണമെങ്കിൽ ചെയ്താൽ. ജസ്ല മാടശ്ശേരി നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇവന്മാരുടെ കുത്തിക്കടപ്പിന് ജസ്ല മാടശ്ശേരി പോലുള്ള കുട്ടികൾ ഒരു നല്ല ഉദാഹരണമാണ്. ആ പെങ്കൊച്ച് ഒരു പ്രൊമോഷനാർത്ഥം, അതായത് ഒരു വാക്സിന്റെ പ്രൊമോഷനാർത്ഥം ഒരു ഡാൻസ് കളിച്ചു. ഫ്ലാഷ് മോബ് റോഡിൽ അങ്ങനെ ഇന്ന് കളിക്കുന്ന ആളുകൾക്ക് അവയർനെസ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ആ അവയർനെസ്സിന് അവൾ കളിച്ച ഡാൻസാണ് ആ പെണ്ണിനെ എക്സ് മുസ്ലിം ആക്കി ഈ മതത്തിനെ തെറി വിളിക്കാനുള്ള പ്രാപ്തിയാക്കി അവിടെ കൊണ്ടെത്തി ജാമ്യത ഉൾപ്പെടെ അവളെ കയ്യിലെടുത്തത്. അതുപോലെ ഇനിയും 10-100 പെൺകുട്ടികളും കൂടെ വരട്ടെ. എന്നിട്ട് പിന്നെ അതുങ്ങളെ ഒതുക്കാനായിട്ട് ബാക്കിയുള്ളവർ ഇറങ്ങട്ടെ. കാണാതെ അന്ധമായ ഒരു ലിബറൽ വാദം ഉന്നയിക്കുന്നതിന് എന്ത് അർത്ഥമാണ്? അവർ സ്കൂളിലെ സ്വിമ്മിംഗ് പൂളിൽ ബിക്കിനി ഇറങ്ങുന്നുണ്ടല്ലോ, അങ്ങനെ ക്ലാസ്സിൽ വന്നോട്ടെ എന്ന് നമ്മൾ പറയില്ലല്ലോ. എടാ, ഇത് ലിബറൽ വാദമല്ലടാ പൊട്ട, ഇത് ലിബറൽ വാദമാണ്. സൂംബ എന്ന് പറയുന്നത് ലിബറൽ വാദമാണ്. എന്തൊക്കെയാണ് പറയണത്? ഒരു രീതിയിലുള്ള ഒരു കമ്പൽസറിയും ഇല്ലാത്തൊരു ഇനി അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അയ്യോ കമ്പൽസറി ഇല്ലെങ്കിൽ എന്റെ മോൻ മാറിയെന്ന് കേൾക്കാം. അത് കുയുക്തിയാണ്. സ്കൂൾ യൂണിഫോം ഇട്ട് സൂംബ കുട്ടികൾ പരിശീലിക്കുന്നു, പഠനമല്ല പഠിക്കുകയല്ല, പരിശീലിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇതൊക്കെ മുന്നേ വെച്ചിട്ട് കൂടിയാണ് ഞങ്ങൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ അതാണ്. സ്കൂൾ കുട്ടികൾ വരുന്നു യൂണിഫോം ഇട്ടിട്ടാണ്. അവരൊന്നും ഇറുകിയ ഡ്രസ്സ് ഇട്ടിട്ടൊന്നുമല്ല. എന്റെ മകൻ പഠിക്കുന്ന സ്കൂളും അങ്ങനെ സൂംബ പരിശീലനം സ്കൂൾ യൂണിഫോമിലാണ് അവരോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നല്ല കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞ് മുസ്ലിം സംഘടനകളെയും കുറച്ച് കൺസർവേറ്റീവ് പൊസിഷൻ എടുക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വിശ്വാസത്തിലെടുക്കുക. ഞാൻ അടക്കം ഞാൻ സൂംബ എക്സ്പേർട്ട് ഒന്നും അല്ലോ. സൂംബ 1-2 പ്രാവശ്യം എക്സസൈസ് എന്താന്ന് പറഞ്ഞാൽ സ്ത്രീ ശരീരം പുരുഷ ശരീരവും സ്ത്രീ ശരീരം. അല്ല രാഹുൽ, ഇത് പ്രൊവോക്ക് ചെയ്യണം. എന്തായാലും ഞങ്ങൾ പ്രൊവോക്ഡ് ആകും എന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? കണ്ടാൽ മനസ്സിലാക്കി കൂടെ സ്കൂൾ യൂണിഫോം ആണെന്ന്. ഞാൻ ബഹുമാനത്തോടെ കാര്യം പറയട്ടെ. ഞാൻ ബഹുമാനത്തോടെ കാര്യം ചോദിച്ചോട്ടെ. ഞാൻ അടക്കം സൂംബയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇട്ടത് സ്കൂൾ യൂണിഫോമിലെ ഡ്രസ്സാണ്. അപർണാജിയുടെ അടക്കം ന്യൂസ് 18 ടെക്നിക്കൽ ടീമിയുടെ സൈഡിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരുപാട് ആൾക്കാർക്ക് അൺകംഫർട്ടബിൾ ആകും, പ്രത്യേകിച്ച് സിറ്റിയിലൊന്നും ജീവിക്കാത്തവർക്കും പെൺകുട്ടികൾ. പൊട്ടത്തരത്തിന്റെ ഉസ്താദിരുന്നുണ്ട് വാഴ്ത്താൾ പഠിക്കുന്നത്. കേരള എഡ്യൂക്കേഷൻ റൂള് ഉണ്ട്. അത് വെച്ച് തന്നെയാണ് ഓരോ സ്കൂളുകളും പഠിപ്പിക്കുന്നത്. അവിടെ സ്പെഷ്യൽ കരിക്കുലം ഉണ്ട്, എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് അലൗഡ് ചെയ്തിട്ടുണ്ടെന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. അതനുസരിച്ചിട്ട് തന്നെയാണ് അവിടെ പഠിത്തങ്ങൾ നടക്കുന്നത്. അവർക്കൊരു എഡ്യൂക്കേഷൻ റൂളുണ്ട്, കേരള എഡ്യൂക്കേഷൻ റൂൾ. അതിനനുസരിച്ചിട്ടുള്ള അതിനകത്ത് ആളുകൾ ഉണ്ടാവും. ആ കമ്മിറ്റികൾ തീരുമാനിക്കുക അവരെന്ത് വേണോ അത് അവർ തീരുമാനിച്ചുള്ളൂ. അതിനകത്ത് മതസംഘടനകളും മതവാദികളും അങ്ങോട്ട് തള്ളിക്കയറിക്കുണ്ട്. നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കാൻ വേണ്ടി പിടിച്ചോണ്ട് പോയി. നിങ്ങൾക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്, അവിടെ കൊണ്ടുവച്ച് പഠിപ്പിക്കും. ബാക്കിയുള്ളവരുടെ ജീവിതം കൂടെ നരകത്തിലേക്ക് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ഒരു ആഗോള പ്രശ്നമൊന്നുമില്ല. അവിടെ ക്യാബറ ഡാൻസ് അല്ല, സൂംബ ഡാൻസ് ആണ്. ക്യാബറ ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണുങ്ങളുടെ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് ഈ അരക്ഷിതാവസ്ഥ ഇസ്ലാം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾക്ക് ഉണ്ട് എന്നൊരു നരേഷനാണ് ഇതിനകത്ത് കൊടുക്കപ്പെടുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഇസ്ലാമിലെ പെൺകുട്ടികൾക്കില്ല. പൂർണ്ണ സ്വതന്ത്രകളാണ് ഇസ്ലാമിലെ പെൺകുട്ടികൾ. പൂർണ്ണ സ്വതന്ത്രകളും ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാനും ശക്തിയായി നിൽക്കാനും അവർക്ക് പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരു മതത്തിലാണ് ഞാൻ വളർന്നത്. എനിക്ക് മനസ്സിലായിട്ട് എന്തിനാണ് ഈ കള്ളം പറയുന്നത്? എന്തിനാണ് ഈ നരേഷൻ കൊണ്ടുവരുന്നത്? പെണ്ണിനെ സ്റ്റേജ് കയറ്റാത്ത ഒരു രീതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലവൻ പറയുന്നു, ആരിഫ് കിണ്ണം പറയുന്നു. അതിനൊന്നും ഖണ്ഡിക്കാൻ ആരുമില്ലേ? ഞാൻ സ്റ്റേജ് കയറി പ്രസംഗിച്ചൊരു 100 കാര്യം കൊണ്ടുതരാം. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവര് അല്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള മുസ്ലിം പെൺകുട്ടികൾ മുന്നോട്ട് വന്ന 100 എണ്ണം കാണിച്ചു തരാം. എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. എത്ര പേര് ഭരണ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നു. ഇത് ആ കമ്മ്യൂണിറ്റിയെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു വൃത്തികെട്ട സംഗതിക്ക് ഈ നാറിയെ വെച്ചിട്ട് കളിക്കുന്ന കളി. നിങ്ങൾ ഇത് കൊണ്ടേ പോകും. നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു സയനൈഡാണ് രാഹുൽ ഈശ്വർ. അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാകും. അന്ന് ഞാൻ സംസാരിക്കും. അന്ന് നിങ്ങൾക്ക് ഉണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂംബ പരിശീലകർ കുട്ടികളുമായി നടത്തിയ പ്രതിഷേധം. സൂംബ പരിശീലകർ ഒരു പക്ഷേ കുട്ടികൾ സൂംബ പഠിക്കാൻ വേണ്ടി സൂംബ ക്ലാസ്സുകളിൽ പോകുമ്പോൾ, ക്ലാസ്സുകളിൽ പോകുമ്പോൾ ധരിക്കുന്ന ഡ്രസ്സുകളാണ്, അത് അവരുടെ ഓപ്ഷനാണ്. ആ കുട്ടികളുടെ പ്രതിഷേധമാണ്, ആ ദൃശ്യങ്ങളാണ്. ഇതാണ് സ്കൂളിൽ നടന്ന സൂംബ. ഇപ്പോ ഈ ചാനൽ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ പോലും സ്കൂൾ യൂണിഫോം ഇട്ടിട്ടാണ് സൂംബ പരിശീലിച്ചത്. സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് എനിക്ക് ഉറപ്പ് പറയാം. നല്ല കാര്യമാണ്. അപ്പൊ അവിടെയാണ് അങ്ങനെ പറഞ്ഞു മുസ്ലിം സംഘടനകളോടും ബാക്കി കൺസർവേറ്റീവ്. അല്ല, അത് എന്തിനാണ് പറയുന്നത്? നിങ്ങൾക്ക് കണ്ണില്ലേ? നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? അല്ല രാഹുൽ, അതെന്തിനാണ് പറയുന്നത്? ഇത്ര വലിയ പ്രതിഷേധം പറയുന്നവർക്ക് ഈ ദൃശ്യം കാണാൻ കഴിയുന്നില്ലേ? എനിക്ക് എങ്ങനെയാണ് പ്രശ്നമൊന്നും മനസ്സിലാകുന്നില്ല. എന്തരട വാഴ ജനാധിപത്യം? എന്താണ് ജനാധിപത്യം? മതമനുസരിച്ചും മതമില്ലാതെയും ജീവിക്കാൻ സാധിക്കുന്നതാണ് ജനാധിപത്യം. അതനുസരിച്ച് ഇവിടെ ജീവിക്കുന്നുണ്ട്. നീ ജനാധിപത്യം ഇതിനകത്ത് കൊണ്ട് കേട്ടണ്ടല്ല.
ഇതിനകത്ത് എന്ത് ചെയ്യണമെന്നുള്ളത് അവരുടെ കരിക്കുലം കമ്മിറ്റി ഉണ്ട്, അവർ തീരുമാനിച്ചോളൂ. ഓരോ എഡ്യൂക്കേഷൻ റൂളിലും കേരള എഡ്യൂക്കേഷൻ റൂളിൽ കരിക്കുലം കമ്മിറ്റി ഉണ്ട്, അവർ തീരുമാനിച്ചോളൂ എന്ത് ചെയ്യണം. നീ ആരെ ഇതിനകത്ത് അഭിപ്രായം പറയാൻ? പൊതുസമൂഹം എന്തിനാ അഭിപ്രായം പറയുന്നേ? അത് പറയേണ്ട ഒരു ഗതികേട് അവർക്കില്ലല്ലോ. അവിടെ ഉണ്ടല്ലോ, അവിടെ ആൾക്കാരുണ്ട്, അവർ തീരുമാനിച്ചോളും, അവർക്കറിയാമല്ലോ. അതിൽ തകരാറുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ. ബിക്കിനി ഇട്ടുകൊണ്ട് നാളെ നിങ്ങൾ വന്ന് സൂംബ കളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തകർക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളാപ്പള്ളി നടേശനെയും കുത്തിക്കയറ്റി, അതിനകത്ത് എന്തും അങ്ങ് കുത്തിക്കയറ്റി അവനങ്ങ് പരന്ന് കടന്നങ്ങ് പിടിക്കും. അത് കേട്ടുകൊണ്ട് ഇളിച്ചുകൊണ്ടിരിക്കുന്നു വേറൊരുത്തന്നെ ബാസിത്ത്. അവർക്കൊരു നിയമമുണ്ടത്രേ, ചട്ടമുണ്ടത്രേ. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല, കൂടുതൽ പറഞ്ഞാൽ വല്ലതും കൂടിപ്പോവും. അത് ഇപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിലല്ല, അതുകൊണ്ട് ചെറുക്കാ പോടാ. എനിക്ക് വേണമെങ്കിൽ ഈ അവസരം മുതലാക്കി വേണമെങ്കിൽ എനിക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് പറയാം. കണ്ടോ, ഞങ്ങളുടെ ശബരിമലയിൽ യുവതികളെ ആരോടും ചർച്ച ചെയ്യില്ല. ഇപ്പൊ മുസ്ലിം സംഘങ്ങളോട് ചർച്ച ചെയ്യാൻ സർക്കാർ മുസ്ലിം പ്രീതരമാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് താന്നു കൊടുക്കുന്നു എന്ന് ഞാൻ പറയാത്തത് എന്റെ മാന്യതയും മര്യാദയാണ്. ഇപ്പൊ LDF നീ അത്ര വലിയ മാന്യൊന്നും ആവണ്ടടാ. നീ പറയടാ നാറി, നീ പറയടാ. സ്കൂളും ശബരിമല ഒന്നാണോടാ? ശബരിമലയിൽ സ്ത്രീകൾ കയറി നടക്കുന്ന ധ്വംസനമാണത്. ഒരു സ്ത്രീയെ അവളുടെ ആർത്തവത്തോടനുബന്ധിച്ച് നീക്കി നിർത്തുന്നത് ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് 12 വർഷം നീക്ക് മുട്ടിപ്പായി ഉണ്ടാക്കിയിട്ടും അതിനകത്ത് കർശനമായ വിധി വന്നത്. നീ പറയുന്നതാണോടാ ന്യായം? നീ സ്കൂൾ തലങ്ങളെയും ശബരിമലയും കൂടെ മാച്ചപ്പ് ചെയ്യുന്ന ഇവന്റെ ഉള്ളിലുള്ള സംഗീസം മനസ്സിലാക്ക് മനുഷ്യരെ. ഇവന്റെ ഉള്ളിലുള്ള സംഗീസം നീയൊക്കെ മനസ്സിലാക്ക്. ഇത് എവിടേക്ക് കൊണ്ടെത്തിക്കുമെന്ന് അറിയാമോ? ഈ സമൂഹം 30% വരുന്ന സമൂഹം സ്ട്രോങ് ആയി ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ അവരേറ്റവും വലിയ ശത്രുക്കളാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അവരെ അപരവൽക്കരിക്കാൻ ഓരോ തവണയും ഓരോ രീതിയിൽ ഓരോ അലിഗേഷനും കൊണ്ടുവരുന്നത്. അതിനകത്ത് പോയി ചാടിക്കൊടുക്കാതെ മാറി നിൽക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ട്രിക്ക് ആൻഡ് ടാക്ടിക്സ് ഇത് ഉപയോഗിക്കാൻ അറിയാത്തവൻ രാഷ്ട്രീയത്തിൽ ഫെയിൽ ആയി പോകും. എല്ലായിടങ്ങളിൽ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. എല്ലായിടത്തും നമുക്ക് നമ്മളെ കാണിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല. ചിലയിടങ്ങളിൽ നമ്മൾ സംയമനം പാലിക്കേണ്ടിടത്ത് നമ്മൾ സംയമനം തന്നെ പാലിക്കണം. അർത്ഥശൂന്യമായ സംസാരങ്ങളും അർത്ഥശൂന്യമായ ഇതുപോലുള്ള ഡിബേറ്റ്സുകളും വേണ്ട എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ആ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗിക്കണം. കാരണം നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം അപരവൽക്കരണം ഏർപ്പെടുന്ന ഒരു സമൂഹത്തിനെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സംവരണം എടുത്തു കളയുന്നു, സവർണ സംവരണം വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ കൺസേൺ ചെയ്യുന്നത് ഈ കമ്മ്യൂണിറ്റി ആണെന്നുള്ള ധാർമ്മിക ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നത് മെജോറിറ്റി ആൾക്കാർ സംവരണം ഉപയോഗിക്കാതെ ഭരണ പങ്കാളിത്തത്തിൽ കയറുന്നതിന് പകരം വിദേശ രാജ്യങ്ങളിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് പോകുന്നിടത്ത് ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നതിനപ്പുറം ഈ ഭരണ നേതൃത്വത്തിന് നിങ്ങൾ ഉണ്ടാവില്ല. പഠിച്ച് പറയുന്നു ഇവിടെ സവർണ മനോഭാവമാണ് കൂടുതൽ. മന്ത്രിമാരിൽ 10 മന്ത്രിമാർ സവർണ മന്ത്രിമാരാണെന്ന് എടുത്തു പറയുമ്പോൾ നിങ്ങളുടെ അപജയം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടാവണം. 10% വരുന്നവർ 10 മന്ത്രിയായിരിക്കുമ്പോൾ 30% വരുന്ന നിങ്ങൾക്ക് 2 പേര് പോലും ഇല്ല എന്നുള്ളത് വലിയ ഒരു ദുഃഖ സത്യമാണ്. അത് മനസ്സിലാക്കുക, തിരിച്ചറിയുക, തിരിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അവിടേക്ക് ഈ പൊട്ടന്മാർക്ക് കായ് കൊടുത്ത് കൊണ്ടുവന്ന് കുത്തിയിരുത്തി അപരാധം പറയിക്കാതെ ഇവന്മാരെ ഒഴിവാക്കേണ്ടടുത്ത് ഒഴിവാക്കിയില്ല എങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. പറയാതെ വിട്ടാൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ്. ഇത് ആദ്യം ChatGPT വിഷയം വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഇവൻ കടത്താൻ ശ്രമിക്കുന്നത് ഇവന്റെ മൗനം, ഇവന്റെ ആ ഇടയ്ക്കുള്ള ആ ഒരു പൊസിഷൻ, അവന് പറയാനുള്ള അവസരം കൊടുത്തത് ഒക്കെ അവനെ ബൂസ്റ്റപ്പ് ചെയ്യാനാണ്. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ആരിഫ് ഹുസൈനെ തകർത്തെറിഞ്ഞു രാഹുൽ ഈശ്വർ എന്നുള്ള ഒരു ടേം ഇതിനകത്തില്ല. ജിഹാദി വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി കൊടുത്തു എന്നുള്ളത് വസ്തുത. അതുകൊണ്ടാണ് അതും പലരും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നതിനപ്പുറം എനിക്ക് തീർത്തും ഭാഗമില്ല ഈ രാഹുൽ ഈശ്വറിന്റെ ഈ വായ്ത്താളത്തിന് കൂട്ടി നിൽക്കാൻ. നിങ്ങളെ അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവന് നിങ്ങളെ ഉപയോഗിക്കാൻ നന്നായിട്ട് അറിയാം. ആ ഉപയോഗം കഴിഞ്ഞാൽ അവൻ തിരിഞ്ഞൊരു യൂട്ടേൺ അടിക്കും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിന്റെ ഡെപ്ത് എന്താണെന്ന്. ഇപ്പൊ അവൻ പറഞ്ഞേട്ടോ ശബരിമല വിഷയത്തിനകത്ത് കുത്തിക്കേറ്റേണ്ടതെന്ന്. അതായത് കാണുന്ന ജനങ്ങൾക്ക് ഇവർ ഇട്ടുകൊടുക്കുകയാണ്. ശബരിമല വിഷയത്തിൽ ഞങ്ങൾക്കെതിരെ ആരും നിന്നിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന്. സ്ത്രീകളുടെ മൗലികാവകാശ ലംഘനമാണ്. നിന്റെ ലിംഗ അടിസ്ഥാനത്തിൽ വേർതിരിവ് പാടില്ല എന്ന് പറയുന്നിടത്ത് നീ എങ്ങനെയാണ് ഒരു സ്ത്രീയെ നീക്കി നിർത്തുക? ജാതി, മതം, വർണ്ണം, വർഗം, ലിംഗം ഈ അടിസ്ഥാനങ്ങളിൽ വേർതിരിവ് പാടില്ല എന്ന പ്രിയാമ്പിളിലുള്ള സാധനമാണ് ഭരണഘടനയിൽ. നീ വേർതിരിച്ചാൽ അത് ക്രൈമാണ്, ക്രിമിനൽ ഒഫൻസ് ആണ് എന്ന് പഠിപ്പിക്കുന്ന ഭരണഘടനയുടെ അണ്ടറിൽ നിന്നുകൊണ്ടാണ് ഈ നാറിയിരുന്നുകൊണ്ട് ഈ വർത്താളം പറയുന്നത്. കോടതിയാണ് വിധിച്ചത് പെണ്ണുങ്ങൾക്ക് അവിടെ കയറാമെന്ന്. സ്ത്രീകൾ കയറുക എന്ന് പറയുമ്പം ആ ഏജിലുള്ള പെണ്ണുങ്ങൾ കയറണം. അവിടെ സ്ത്രീകളെ വിലക്കിയിട്ടില്ല, കൊച്ചുമക്കളെ വിലക്കിയിട്ടില്ല, മുതിർന്നവരെ വിലക്കിയിട്ടില്ല. പക്ഷേ ഒരു സ്പെസിഫിക് ഏരിയയുടെ പീരിയോഡിക്കൽ ടൈമിൽ അവരവിടെ കയറാൻ പാടില്ല എന്ന് പറയുന്നത് നിയമവിരുദ്ധം തന്നെയാണ്, ഭരണഘടനാ വിരുദ്ധതയാണത്. അതിനെതിരെ ശക്തമായി പൊരുതുക തന്നെ. മണ്ഡലന്മാരായ കുറെ പെണ്ണുങ്ങൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു. അന്നും പർദ്ദയിട്ട പെണ്ണുങ്ങളാണ് അതിനെതിരെ നിന്നത്. നിങ്ങൾക്ക് ബോധമില്ലെങ്കിൽ ആ ബോധമില്ലായ്മയ്ക്ക് ഒന്നും പറയാനില്ല. ഇവിടെ എത്രയും വേറെ കോവിലുകളുണ്ട്, എവിടെയെങ്കിലും ഇങ്ങനെ വിലക്കുണ്ടോ?
അങ്ങനെ ഒരിടത്തുണ്ടെങ്കിൽ അത് വേർതിരിവ് തന്നെയാണ്. ഈ വേർതിരിവുകളും വകതിരിവുകളും മാറ്റിക്കൊണ്ടാണ് ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തി നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് കാലം കൊണ്ടെത്തിച്ചത്. ചിലത് നമുക്ക് ദഹിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കമ്മ്യൂണിറ്റി അവഹേളിക്കാനോ അവജയപ്പെടുത്താനോ മോശപ്പെടുത്താനോ നമ്മളാരും കൂട്ടി നിൽക്കത്തില്ല. നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ്. കാലത്തെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഗായത്രി മന്ത്രം കേൾക്കുക. അമ്പലത്തിൽ അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഞാനൊക്കെ മൊബൈലിൽ പ്ലേ ചെയ്യും. ബിക്കോസ് എനിക്ക് ബാക്കപ്പ് കോൾ അതാണ്, എനിക്കത് കേൾക്കാനാണ് ഇഷ്ടം. അങ്ങനെയാണ് ഞങ്ങളൊക്കെ വളർന്നത്. അങ്ങനെയുള്ള നമ്മളൊക്കെ ഇതിനെതിരായിട്ട് സംസാരിക്കേണ്ടി വരുന്ന ഒരു ടൈമിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇവനാണ്, നായാടിയാണ് ഇവൻ. ഇവനാണ് ബിക്കിനിക്ക് സപ്പോർട്ട് പറഞ്ഞത്. അതറിയോ നിങ്ങൾക്ക്? രഹന ഫാത്തിമയ്ക്കൊപ്പം ബിക്കിനിക്ക് സപ്പോർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമിൽ ഇവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇവൻ ബിക്കിനിയെ പ്രൊട്ടക്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അവൻ പോയില്ലേ? ഐത്തണ്ണന്റെ കൂടെ മറ്റേ മെൻസസ് അസോസിയേഷന്റെ കൂടെ കുറെ നാൾ കടന്ന് കൂത്താടി. എവിടെ അറ്റൻഷൻ കിട്ടുമോ അവിടേക്ക് കുത്തി കയറിയാണ് രാഹുൽ ഈശ്വർ എന്ന വ്യക്തി ചെയ്യുന്നത്. ഏറ്റവും വലിയ ഫ്രോഡാണ് ഇവൻ ഏറ്റവും വലിയ ഫ്രോഡാണെന്ന് അവൻ തന്നെ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ മണ്ടനാണെന്ന് അവൻ വീണ്ടും തെളിയിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളവൻ ഉപയോഗിക്കുന്നത് മാത്രമേ എനിക്ക് ഇസ്ലാം കമ്മ്യൂണിറ്റിയോട് പറയാനുള്ളൂ. എടുത്തത് നന്മയുള്ള നിലപാടാണ്, അല്ലെങ്കിൽ നമ്മുടെ ശിവൻകുട്ടി സാർ എടുത്തത് നന്മയുള്ള നിലപാടാണ്, ഗോവിന്ദൻ മാഷ് പറഞ്ഞത് നന്മയുള്ള നിലപാടാണ്. മക്കളുടെ കാര്യത്തിൽ നമ്മളെല്ലാം സെൻസിറ്റീവ് ആണ്. അവരെ വിശ്വാസത്തിലെടുക്കുക, സംസാരിക്കുക, ഈ രീതിയിൽ മുമ്പോട്ട് പൊക്കൂടെ. സൂംബയെ കുറെ കൂടെ നമ്മളിലേക്ക് വൽക്കരിച്ച് സൂംബയുടെ പോസിറ്റീവ്സ് ഉണ്ടെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. ആ പൊക്ക പിള്ളേർക്ക് എല്ലാവരും എൻജോയ്മെന്റ് ആയിരിക്കും. അത് ബഹുഭൂരിപക്ഷം പിള്ളേരുടെ അഭിപ്രായം. ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദിച്ചു. അപ്പൊ ആ സന്തോഷത്തിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജനാധിപത്യപരമായ അച്ഛനെ അമ്മയെ കൂടി വിശ്വാസത്തിലെടുക്കണം. പകരം എന്തെങ്കിലും ഒരു ആശയം കൊണ്ടുവന്ന് അത് അടിച്ചേൽപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഏതെങ്കിലും കുറച്ച് കൺസർവേറ്റീവ് ആൾക്കാരെ വിളിച്ച് കുരുമുണ്ട്. എവിടെയും ഇത് അടിച്ചേൽപ്പിച്ചിട്ടില്ല. അതാ കുട്ടി പറയും. അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് എന്റെ മകൻ കൂടി സ്കൂളിൽ പോകുന്നതുകൊണ്ടാണ്. ഒരു കുട്ടിയും ഇത് അടിച്ചേൽപ്പിച്ചിട്ടില്ല. സൂംബ കളിക്കാൻ നിങ്ങൾ നരേഷൻ എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലായില്ലേ? നിങ്ങളെ സോഷ്യലി, അതായത് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് രാഹുൽ ഈശ്വർ ഇതിനകത്ത് കുത്തിക്കയറ്റിയത്. പൊതുബോധമുള്ള നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണെങ്കിൽ അവൻ കൃത്യമായി അത് പറയണമായിരുന്നു. അവൻ പറഞ്ഞില്ലല്ലോ. പകരം നിങ്ങളെയും ബൂസ്റ്റപ്പ് ചെയ്തു, കേസ് വരാതിരിക്കാൻ ബാക്കിയുള്ളവരെയും ബൂസ്റ്റപ്പ് ചെയ്തു. അൻസാരി സുഹ്രി ഉസ്താദിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു, ബസീത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു, ശിവൻകുട്ടിയെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു. എടാ ഒരിടത്ത് നിന്ന് രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിയ നടുക്കണ്ട കീറി നിന്റെ സുനാകൂടെ കീറി നിന്ന് നടുക്കടലിൽ പോകൂടാ വൃത്തികെട്ടവനെ. ഇവനാണോ വക്താവ്? ഇവൻ വേണോ നിങ്ങൾക്ക്? നിങ്ങളിൽ ആരുമില്ലേ സംസാരിക്കാൻ? നിങ്ങളിൽ ഒരാളവിടെ പോയിരുന്ന് സംസാരിക്കുന്നതല്ലേ നല്ലത്. അവർ പറഞ്ഞത് മതബോധമാണ്. അത് മതപഠന കേന്ദ്രത്തിൽ നടത്തട്ടെ. സ്കൂൾ എന്ത് ചെയ്യണമെന്ന് സ്കൂളിലെ കരിക്കുലം കമ്മിറ്റി തീരുമാനിക്കും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കൂളിൽ വിടണ്ട. ഞാൻ പോലും പറയുന്നില്ലേ ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പള്ളിക്കൂടത്തിൽ പിള്ളേരെ വിടണ്ട എന്ന് പറയണം. നിങ്ങൾ വിടാതെ ഇരിക്കണം. ആ പിള്ളേർ പഠിക്കരുത്. പെണ്ണുങ്ങളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഉദ്യോഗങ്ങളിലേക്ക് ചെന്ന് കയറുന്നത്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വിഭാഗത്തിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇവരുടെ ഈ വൃത്തികേട് ഇവിടെ നടക്കത്തില്ല എന്ന ബോധ്യമുള്ള ഏത് അജണ്ടയാണോ ഇവിടെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന ആ അജണ്ടയുടെ വക്താവാണ് രാഹുൽ ഈശ്വർ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ഇതിനകത്ത് നടേശൻ മുതലാളി പറഞ്ഞത് കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കാര്യത്തിൽ എനിക്ക് യോജിപ്പാണ് എന്ന്. എന്തിനാണ് അയാളെയും കൂടെ ഇതിനകത്ത് കുത്തിക്കയറ്റുന്ന നാറി? വേണ്ട, പിന്നൊരു ദിവസം ആവട്ടെ.